ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വാ തോരാതെ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ കുറച്ച് നാളുകൾക്ക് ശേഷം അധികം കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡെയിലി ആക്ടിവിറ്റീസ് ചോദിച്ചറിയുക എന്നതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയോട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ദിവസം നടന്ന കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ രാവിലെ എണീറ്റിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് തുടങ്ങി ആ ഒരു പെൺകുട്ടിനെ കാണുന്ന വരെയുള്ള കാര്യങ്ങൾ എല്ലാം 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടിയോട് ഓപ്പണായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിയും അവളുടെ ആ ഒരു ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യും. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാനും പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യാൻ അല്ലെങ്കിൽ വളരാനും ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് പോയിന്റായിട്ട് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയോട് അവളുടെ റോൾ മോഡൽ ആരാണ് എന്നൊക്കെ ചോദിക്കാവുന്നതാണ്. അതായത് അവളുടെ റോൾ മോഡലായിട്ടുള്ള ഒരു വ്യക്തിനെ അവൾ എങ്ങനെയാണ് കണ്ടെത്തിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു വ്യക്തി അവളുടെ റോൾ മോഡലായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവളോട് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ആരെങ്കിലും റോൾ മോഡലായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടിയോട് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. തേർഡ് പോയിന്റായിട്ട് വരുന്നത് നിങ്ങളുടെ കുട്ടിക്കാല ഓർമ്മകളൊക്കെ ആ ഒരു പെൺകുട്ടിയോട് ഷെയർ ചെയ്യുക എന്നതാണ്. എല്ലാ കാര്യങ്ങളൊന്നും ഓർമ്മയിലില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകുമല്ലോ. നിങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയ കാര്യങ്ങൾ, നിങ്ങൾ കരഞ്ഞിട്ടുണ്ട് തുടങ്ങി അങ്ങനത്തെ കുഞ്ഞു രസകരമായ കാര്യങ്ങളൊക്കെ. അതിപ്പോൾ നല്ലതാവാം, ഇനി ചീത്ത കാര്യങ്ങളാണെങ്കിൽ അതുമാകാം, കോമഡി ആവാം, കുറച്ച് ചളിയൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിയും അവളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ആ കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങളോടും ഷെയർ ചെയ്യുന്നതാണ്. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫോർത്ത് പോയിന്റായിട്ട് വരുന്നത് പേടിയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിനെയൊക്കെ പേടിക്കുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതാരാണ്, ഇനി പേടിക്കാനുള്ള കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടിയോട് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഗേൾസിനെ പൊതുവെ ഈ പല്ലി, പാറ്റ ഇതൊക്കെ ആയിരിക്കും പേടിയുള്ളത്. ആ കാര്യങ്ങളൊക്കെ അവളും നിങ്ങളോട് ഷെയർ ചെയ്യും. ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ച് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫിഫ്ത്ത് പോയിന്റായിട്ട് വരുന്നത് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം ആ ഒരു പെൺകുട്ടിയോട് ഷെയർ ചെയ്യാവുന്നതാണ്. അതിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടന്ന നല്ല കാര്യങ്ങളാവാം, ചീത്ത കാര്യങ്ങളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമുള്ള കാര്യങ്ങളാവാം, എന്ത് വേണമെങ്കിലും ആകാം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടിയോട് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതേപോലെ എല്ലാ കാര്യങ്ങളും അവളോട് ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവളും അവളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഇങ്ങനത്തെ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളോടും ഷെയർ ചെയ്യുന്നതാണ്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് അത് നന്നായിട്ട് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.